നമ്മളെ കൂടെ എൻ്റെ കൂടെ സഹകരിക്കുന്ന എല്ലാ പിള്ളേരും പറയുന്നത് ചായക്കടയിലിരുന്ന് ചായ അടിക്കുന്ന ആൾ മുതൽ ചായ കുടിക്കുന്ന ആൾ മുതൽ അങ്ങ് ISROയിലിരുന്ന് റോക്കറ്റ് വിടുന്ന ആൾക്ക് വരെ ഇത് ദഹിക്കണം. നമ്മൾ അത് ആലോചിച്ചിട്ട് ഇത് എഴുതാൻ പാടുള്ളൂ എന്ന് പലപ്പോഴും പറയാൻ പാടുള്ളൂ എന്ന് പലപ്പോഴും പറയാറുണ്ട് ആൾക്കാരുടെ. കാരണം പക്ഷെ അത് പ്രയാസമുള്ള പണിയാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് എങ്ങനെ പറയും ചായക്കടക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ? സ്റ്റീഫൻ ഹോക്കിങ് എന്ത് ചെയ്തു? ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐൻസ്റ്റൈൻ എന്ത് ചെയ്തെന്ന് ടൈം ഡയലേഷനെ പറ്റി എങ്ങനെ ചായക്കടക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം, അതും ചെയ്തിട്ടുണ്ട്, അതും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കര റിസ്ക്കാണ്. നമുക്ക് ഓവർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങളെ. അപ്പം പക്ഷെ എന്നാലും ഐൻസ്റ്റൈൻ ഇങ്ങനെ തീവണ്ടി പോകുമായിരുന്നു. അപ്പോൾ ഡോക്ടർ കണ്ടു, പുള്ളി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരാൻ പറ്റും. ആ ഭാഷ നമ്മൾ വിടാതെ പിടിക്കണം എന്നേ ഉള്ളൂ. ആൾക്കാർ പേരല്ലാതെ വല്ലാത്തൊരു കഥ എന്ന് വിളിക്കുമോ? വല്ലാത്തൊരു കഥയല്ലേ പലപ്പോഴും വല്ലാത്തൊരു കഥ, വല്ലാത്ത കഥ, അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങൾ അവർ വിളിക്കാറുണ്ട്. പേരൊന്നുമില്ല. നിങ്ങൾ മറ്റേ കഥ പറയുന്ന ആള്, ആ കഥ എന്നുള്ള ഒറ്റ ലേബലാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. ആ കഥ പറയുന്ന ചേട്ടനല്ലേ, പക്ഷെ ഭയങ്കര സ്നേഹത്തോടെയൊക്കെ ആൾക്കാർ ഒന്ന് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അത് ഭയങ്കര ഒരു രസമുള്ള സാധനമാണ്. കാരണം പരിപാടി ചെയ്യാം, പരിപാടി ഹിറ്റാകാം, പക്ഷെ അതിൻ്റെ പേരിൽ ആൾക്കാർക്ക് സ്നേഹം തോന്നുക നമ്മളോട്. അതായത് അത് ഈ അറിവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യമാണ്. അപ്പം നമുക്ക് പലർക്കും സ്കൂളിൽ വേണ്ടത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കട്ടിയായിരിക്കാം. അപ്പോൾ ഇതിനൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന സാധനമാണ്. അവർ വെറുതെ കേട്ടാൽ മതി, അവർക്കുള്ള അറിവ് മൊത്തം കിട്ടുകയാണ് ഓരോന്നായിട്ട്. അപ്പം പണ്ട് ഇതേ കാര്യം ചെയ്തിരുന്നത് സാംബശിവനായിരുന്നു. സാംബശിവൻ്റെ കഥാപ്രസംഗങ്ങൾ കേട്ടിട്ട് നമ്മുടെ നാട്ടിലെ പല അമ്മച്ചിമാരും അവർ പായ എടുത്തുകൊണ്ട് അങ്ങ് പോവാണ് ഉത്സവറമ്പിലോട്ട്. അവിടെ കിടന്നുറങ്ങി രാവിലെ ആകുമ്പോഴേക്കും എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ഈ നട്ടപ്പാതിരയ്ക്കായിരിക്കും ഇത് തുടങ്ങുന്നത്. പുള്ളി മറ്റേ കവളിയോ ടോൾസ്റ്റോയുടെ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന സാധനം അതുപോലെ കേട്ട് പഠിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ചിലപ്പോൾ ഏതെങ്കിലും കോളേജ് പ്രൊഫസറെ വീട്ടിലേക്ക് ജോലി ചെയ്യുന്നത്. അയാൾ ഇത് സാധനം ഷേക്സ്പിയൻ ഡ്രാമ അല്ലെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടാവും, ടോൾസ്റ്റോയുടെ സാധനം പഠിപ്പിക്കുന്നുണ്ടാവും. അവർ പറയുമ്പോൾ അയാളോട് 2 വർത്തമാനം പറയാൻ പറ്റും ഇവർക്ക്. കാരണം ഇതറിയാം, കഥ മൊത്തം അറിയാം, കഥ മൊത്തം മലയാളത്തിലാക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു ധർമ്മമാണ് ഞാനും ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പല വിഷയങ്ങളും ഇപ്പോൾ ജോർജ് സോറോസിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ അമ്മായിമാർക്കും അമ്മൂമ്മമാർക്കും ഒന്നും അറിയണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള ജോർജ് സോറോസ് ആരാണെന്ന്, എന്താണ് പുള്ളി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ എങ്ങനെ തകർത്തു എന്നുള്ളൊക്കെ രസകരമായിട്ട് കഥയായിട്ട് പറഞ്ഞു. അതിനൊരു ധർമ്മമുണ്ട് ആക്ച്വലി. കഥകൾക്ക് ആളുകളിലേക്ക് എത്താനുള്ളൊരു സാധനം. പക്ഷേ എങ്കിലും നിങ്ങൾ പറയുന്നതിൻ്റെ ജോണർ വെച്ചിട്ട് ഒരു ബുദ്ധിജീവി പരിവേഷം കിട്ടാനുള്ള സാധ്യതയും ബുദ്ധിജീവികളെ കൂട്ടുകാരായിട്ട് കിട്ടാനും കൂട്ടുകാരികളായിട്ട് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അതെങ്ങനെ ആസ്വദിച്ചു? പലരും വിചാരിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിയാണെന്നും ഞാൻ ഭയങ്കര ബുദ്ധിജീവിയാണെന്നൊക്കെ. പക്ഷെ അത് ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ആൾക്കാരൊക്കെ പറയാറുണ്ട്. ഞാൻ പണ്ട് കുറേ കാലം എൻ്റെ ഫേസ്ബുക്കിൽ ഐ നോ ദാറ്റ് ഐ ഡു നോട്ട് നോ എന്നുള്ളതായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ അവരൊക്കെ പറയുന്നത് വെച്ചാൽ ഞാനൊരു വിഷയം എടുക്കുന്നു, അതേപ്പറ്റി എനിക്ക് മുന്നിൽ കിട്ടുന്ന മെറ്റീരിയൽ വെച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു, അതിനെപ്പറ്റി ആ മെറ്റീരിയലിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പാക്കേജ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നു. അതിൽ കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ അങ്ങനെ എനിക്ക് ഒരുപാട് അറിവൊന്നും ഒരു കാര്യങ്ങളെ പറ്റില്ല. ഈ പറഞ്ഞ സാധനങ്ങളെ പറ്റിയൊക്കെ ഏറെക്കുറെ ധാരണ ഇപ്പം പറഞ്ഞത് വെച്ച് എനിക്കുണ്ട്. അല്ലാതെ ഇപ്പം അതിനെപ്പറ്റി ഗഹനമായിട്ട് പറയാൻ അറിയുന്ന, ആഴത്തിൽ പറയാൻ അറിയുന്ന ആളൊന്നുമല്ല ഞാൻ. പല കുട്ടികളും ഹിസ്റ്ററി ക്ലാസ്സുകളിൽ പോയിട്ട് മാഷുമാരോട് തർക്കിക്കും, അത് വല്ലാത്ത രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സാറൊന്ന് പറഞ്ഞു, ഞാൻ പൊന്നു മക്കളെ ദയവ് ഇത് എന്നെ ഉപദ്രവിക്കരുത്, സാറ് പറയുന്നതാണ് കറക്റ്റ്, സാറിനെ അറിയുള്ളൂ. ഞാനിപ്പോൾ 2 ദിവസം പഠിച്ച് അരമണിക്കൂറിൻ്റെ സാധനം അവതരിപ്പിക്കുന്നതല്ല. നിങ്ങളുടെ സാറ് PhD എടുത്ത് ഗവേഷണം നടത്തി വന്നിരിക്കുന്ന ആളാണ്. അയാൾ പറയുന്ന പെർസ്പെക്റ്റീവ് ആയിരിക്കും കറക്റ്റ്. ഞാൻ വളരെ ചെറിയൊരു നാരോ ആയിട്ടുള്ള ഒരു ലെൻസ് കൂടെ കാണുമ്പോലെയല്ല മറ്റുള്ളത്. ചരിത്രത്തിൽ എപ്പോഴും പ്രൈമറി സോഴ്സസും ഹിസ്റ്ററി ബുക്സും ഒക്കെ തന്നെയാണ് റെഫറൻസ്. അല്ലാതെ വല്ലാത്തത് ഒരിക്കലും ഒരു റെഫറൻസ് ആക്കരുത്. അതൊരു ബിഗിനിങ് മാത്രം ആവണം എന്നുള്ളതാണ് എല്ലാവരോടും ഞാൻ പറയുന്നത്. തുടക്കം അവിടെ ആവാം. അതിനകത്ത് ഒരുപാട് പുസ്തകങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ആ പുസ്തകങ്ങൾ പോയി വായിക്കാം പിന്നെ വിഷയം ഇഷ്ടപ്പെട്ടെങ്കിൽ. ഇതേപോലെയാണ് ഈ നമ്മുടെ ഈ മാധ്യമ പ്രവർത്തനത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലതിനും സ്കോപ്പില്ല എന്ന് പറയുന്നിടത്താണ് ഇതൊരു സ്കോപ്പ് ഉണ്ടാക്കി. ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കണ്ടൻസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനെ എൻ്റർടൈൻഡായിട്ട് കൊടുക്കാൻ കഴിയുമെന്ന് കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു മുമ്പേ ഉള്ള നടപ്പാണ്. പക്ഷേ ഇപ്പോൾ വയറ് പോലെ കരവൻ പോലെ നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എന്നിട്ടും നിലനിൽക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ബഹുമാനം ബാബു രാമചന്ദ്രനോടും ബാക്കിയുള്ളവർക്ക് തോന്നാറുണ്ട്. അതായത് സമകാലിക ജേർണലിസ്റ്റുകൾക്കും തോന്നാറുണ്ട്. അങ്ങനെ തോന്നുമ്പോഴത്തെ അത് നമുക്കൊരു ഭാഗ്യമാണ്, ഇല്ലെങ്കിൽ അതൊരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നതാണ്. അത് പക്ഷേ അങ്ങനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നേ നടക്കണം എന്നൊക്കെ ഉള്ളൊരു വിചാരമുണ്ടോ മനസ്സിനകത്ത്? അല്ല, ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. കാരണം ഞാൻ ജേർണലിസ്റ്റ് ആണെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നില്ല. ഞാൻ ജേർണലിസ്റ്റ് പഠിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ജേർണലിസ്റ്റുകൾ ചെയ്യുന്ന പണിക്ക് അതായത് കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് എപ്പോഴും ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള ഒരു പാറ്റേൺസ് എപ്പോഴും ഉണ്ടാവും. 90-കളിൽ ജേർണലിസ്റ്റുകൾ ചെയ്തിരുന്ന പണിയല്ലല്ലോ ഇപ്പോൾ 2000-ന് ശേഷം ഈ കഴിഞ്ഞൊരു 2 പതിറ്റാണ്ടായിട്ട് ജേർണലിസ്റ്റുകൾ ചെയ്യുന്ന പണിയല്ലല്ലോ കഴിഞ്ഞൊരു വർഷമായിട്ട് ജേർണലിസ്റ്റുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്കെ മാറി മാറി വരികയാണല്ലോ. അപ്പം ജേർണലിസ്റ്റുകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, റെലവൻസ് കൂടിയും കുറഞ്ഞും ഇങ്ങനെ ഒരു വേവ് പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ കണ്ട ജേർണലിസം ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത വർഷം മുതൽ ഇങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് ട്രൂ സെൻസിൽ ഞാൻ ഒരിക്കലും ഒരു ജേർണലിസ്റ്റ് ആയിരുന്നിട്ടില്ല. ഞാൻ ഒരു പത്രത്തിന് വേണ്ടി എഴുതിയിട്ടില്ല.
ഞാൻ ഒരു ചാനലിലും പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഡെസ്കിൽ തന്നെ അധികകാലം ഉണ്ടായിരുന്നിട്ടില്ല. കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, വളരെ കുറച്ച്. അപ്പം ഞാൻ പറയുന്നത് അവരൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം അത് ജേർണലിസം എപ്പോഴും ഭയങ്കര വലിയൊരു കഴിവ് കൊണ്ട് വർക്കാന്ന് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. അത് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് വേറെ, എനിക്ക് എൻ്റെ കഴിവിനനുസരിച്ച് പറ്റുന്ന ഒരു സ്കോപ്പുള്ളൊരു ഫീൽഡാണ്. അത് ലൈവ് ജേർണലിസം അല്ല. നമ്മൾ ചെയ്യുന്നത് ഇപ്പം എഡ്യൂറ്റൈൻമെൻറ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സെക്ടറിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എൻ്റെ സാധനം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഡയറക്ഷനിൽ പോകുന്നത്. ന്യൂസിനെ പാടെ വിട്ടുകൊണ്ടുള്ളൊരു പോക്ക് തന്നെയാണത്. റെട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ജേർണലിസം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കുറേ കൂടി ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു, അതിൽ കുറച്ചും കൂടി വിവരം ഉണ്ടാക്കാൻ നോക്കുന്നു. ഇപ്പോൾ ഇന്നെന്ത് നടന്നു എന്ന ചോദ്യത്തിനേക്കാളോ അല്ലെങ്കിൽ നീജർക്കായിട്ടുള്ള ഒരു റിയാക്ഷനെ പുറത്തുണ്ടാകുന്നൊരു അനാലിസിസ് ഒന്നും അല്ല എനിക്ക് ചെയ്യാൻ പറ്റുക. ഇതിനൊക്കെ പരിമിതികളുണ്ട്, നാളെ ചിലപ്പോൾ തിരുത്തേണ്ടി വരാം. ഞാൻ പറയുന്നത് അതുകൊണ്ട് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ എന്നോട് ചോദിച്ചു, മോദിയെ പറ്റി എന്താ നിങ്ങൾ കഥ പറയാത്തത്? ഞാൻ പറഞ്ഞു, മോഡിയെ പറ്റി കഥ പറയണമെങ്കിൽ ഒരു 5 വർഷം കൂടി കഴിയണം, കുറച്ച് സമയം കൊടുക്കണം. നമ്മൾ ഇപ്പം ഇരുന്ന് പറയുന്നത് ചിലപ്പം നമുക്കത് ജഡ്ജ് ചെയ്യാൻ വേണ്ടത്ര ഒരു സ്പേസ് നമുക്ക് കിട്ടണമെന്നില്ല. ഞാൻ അങ്ങനത്തെ ഇതിലേക്ക് കുറച്ചുകൂടി സേഫ് ആൻഡ് സെക്യൂർ അതാണ് ഞാൻ എന്നുള്ളത്. അതുകൂടി കേട്ടോ കാര്യം, അത് കുറച്ചുകൂടി സേഫാണ്. കുറച്ചുകൂടി നമുക്ക് കൃത്യമായിട്ട് അനലിറ്റിക്കൽ സ്കിൽസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കുറേ കൂടെ നന്നായിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ പറഞ്ഞു കേട്ടു, ഈ ഒരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ആ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സ്ഥാപനത്തിൽ എന്തൊക്കെയായിരിക്കും അനുവദിക്കുന്നതെന്ന് നമ്മുടെ മനസ്സിനകത്ത് തന്നെ നമ്മൾ തന്നെ ഒരു സെൽഫ് കൗൺസിലിംഗ് നടത്തിയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുക. അതുകൊണ്ട് തന്നെ വലിയ റെസ്ട്രിക്ഷൻസ് ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിലും ചില വിഷയങ്ങൾ എടുക്കുമ്പോൾ ഇത് അവർ വെട്ടിയാലോ, ഇല്ലെങ്കിൽ ഇത് അവരുടെ ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ ബാബുവിൻ്റെ ഒരു പേര് നഷ്ടപ്പെടുത്തുമെന്നൊക്കെ തോന്നിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ? മാറ്റി വെച്ചിട്ടില്ല. പക്ഷേ ചില വിഷയങ്ങൾ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ നാളെ ഞാൻ എപ്പിസോഡ് ചെയ്തിട്ട് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കാരണം അപ്പം അങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ പോയിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടാവണം, പുതുതായിട്ട് റെവലേഷനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടാവണം, അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഇൻസൈറ്റ് നമുക്ക് കൊടുക്കാനുണ്ടാവണം. ഇത് രണ്ടുമില്ലാതെ ഞാൻ ആ വിഷയം എടുത്തിട്ട് ഓടുമെന്നുകൊണ്ട് മാത്രം ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നമുക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെ ചില വിഷയങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട്, പക്ഷേ എന്നാൽ പിന്നീട് വേറെ ചില സാഹചര്യങ്ങൾ ഉണ്ടായി വന്നപ്പോൾ ഒന്ന് പെർസ്പെക്റ്റീവ് മാറ്റി പിടിച്ച് അതേ വിഷയം തന്നെയൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെയും ഈ പറഞ്ഞ ഒരു പറഞ്ഞ സെൻസർഷിപ്പ് വരില്ല എന്നല്ല, നമുക്ക് ഉള്ള ലിമിറ്റേഷൻസൊക്കെ നമുക്ക് അറിയാം. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്യാറുള്ളൂ. കാരണം നിലനിൽപ്പ് പ്രശ്നമാണല്ലോ എല്ലാ കാലത്തും. ഈ കാണുമ്പോഴൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു മോഹമൊക്കെയാണ്. ഈ ചിരിച്ച് കളിച്ച് മറിയുന്ന സ്വഭാവമൊന്നും ഇല്ല. സുഹൃത്തുക്കൾക്കിടയിലൊക്കെ എങ്ങനെയാണോ? അല്ലല്ല, ഞാൻ പരമാവധി എന്താ പറയുക, ഫൺ ലവിങ് ആയിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് ഞാൻ. ഇത് ടി വിയിൽ വരുമ്പോൾ നമ്മൾ പരിപാടികളൊക്കെ ഗൗരവമുള്ള പരിപാടി ആയതുകൊണ്ട് തോന്നുന്നതാണ്. നേരിട്ട് കാണുമ്പോൾ ഞാൻ പരമാവധി സിനിമകൾക്ക് പോകുന്ന, സിനിമ കാണുന്ന, അല്ലെങ്കിൽ സംഗീതം ഇഷ്ടപ്പെടുന്ന, പാടൊന്നുമില്ല പക്ഷേ പാട്ടുകൾ ഇഷ്ടമാണ്. അപ്പം ഈ പറഞ്ഞ എല്ലാവിധ സോഫ്റ്റ് സാധനങ്ങളോടും താല്പര്യമുള്ള എല്ലാവരോടും സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അപ്പോൾ അത് നമുക്ക് പിന്നെ അങ്ങനെ പഴയ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്. പണ്ടാരോ സിനിമയെ പറ്റി അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞാൽ ഞാനൊരു ഡിഫൻസ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ വൺസ് യു ബ്രേക്ക് ദറ്റ് ഐസ് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. അപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ ചിരിച്ചുകൊണ്ടുള്ളൊരു മുഖവും കൂടെ ഞാൻ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീട്ടിലാരൊക്കെയാണ് ഉള്ളതെന്ന്? ഞാനിപ്പം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. വൈഫോട് കേരള സർവകലാശാല ജോലി ചെയ്യുന്നു. മക്കൾ രണ്ടുപേരും ഇവിടെ ക്രൈസ്തവ തന്നെ പഠിക്കുന്നു. 2 പിള്ളേർ, ഒരു കുട്ടി 13 വയസ്സ്, ഒരു കുട്ടിക്ക് 8 വയസ്സ്. അപ്പോൾ ഇത്രയാണ്, ചെറിയൊരു ഫാമിലിയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ അച്ഛൻ മരിച്ചുപോയി, അച്ഛനുണ്ടായിരുന്നു. അമ്മ എറണാകുളത്താണ് താമസിക്കുന്നത്. അച്ഛൻ കോവിഡ് കാലത്ത് കോവിഡ് ബാധിച്ച് മരിക്കുന്നു. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ പുതിയൊരു വല്ലാത്തൊരു കഥ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുകയാണ്, അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. സന്തോഷം.